ഹായ്, ഞാൻ ഡോക്ടർ ധന്യ കൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പെരഡോണ്ടിസ്റ്റ്. വെൽക്കം ടു സ്മൈൽ മാറ്റേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എല്ലാ അൾസേഴ്സും ക്യാൻസറസ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടാണ്. അതായത് ഓൾ അൾസേഴ്സ് ആർ നോട്ട് ക്യാൻസറസ്. ഓരോ അൾസറിനും അതിൻ്റേതായ റീസൺസ് കാണും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ അൾസറാണ് നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല, ക്യാൻസറൊന്നും അല്ല എന്ന് ഉറപ്പിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഡിഫറെൻറ്റ് റീസൺസ്, ക്യാൻസർ അൾസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് റീസൺസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടു, ഡോക്ടറിനെ കണ്ടു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു, നമ്മൾ ജെല്ലൊക്കെ തേച്ചു, എല്ലാം അപ്ലൈ ചെയ്തു. എന്നിട്ട് 3 വീക്സ് 3 ആഴ്ച നമ്മൾ നോക്കി, കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനത്തെ അൾസേഴ്സിന്. അപ്പോൾ ചില അൾസേഴ്സ് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അത് 3 ആഴ്ച കഴിഞ്ഞിട്ടും ഹീലാവാതെ കൂടുതൽ പൊട്ടൽ പോലെ, നല്ല ക്രാക്ക് പോലെ, നമ്മൾ കാലിൻ്റെയൊക്കെ ഡ്രൈ ആകുമ്പോൾ സ്ലിപ്സൊക്കെ പൊട്ടുന്ന പോലെ, കാലിൻ്റെ സോളിലൊക്കെ പൊട്ടൽ വരുന്നത് പോലെ നല്ലൊരു സെപ്പറേഷൻ പോലെ വരാം ചില അൾസേഴ്സ് വായിൽ. അതും ഡീപ്പായിരിക്കും. അങ്ങനത്തെ അൾസേഴ്സ് ഈ പറഞ്ഞ പോലെ ഹീലാവാതെ വീണ്ടും അത് പ്രോഗ്രസ് ചെയ്ത് ഡീപ്പായിട്ട് പോകുന്നു, അത് നിങ്ങൾക്ക് വലുതായി വളരുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അങ്ങനത്തെ അൾസേഴ്സ് ഒരു ഡോക്ടറിനെ നിശ്ചയമായും നിങ്ങൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഈ അൾസേഴ്സ് നല്ല റെഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ യെല്ലോ ആയിട്ട് വരാം. ചിലപ്പോൾ അൾസേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലിപ്സിലോ അല്ല ചീക്കിലോ ലിപ്സിലോ മാത്രമല്ല, നമ്മൾ കാണാത്ത, അതായത് അകത്തോട്ട് നമ്മുടെ ടങ്ങിൻ്റെ അണ്ടർ സൈഡിൽ അടിയിൽ, അല്ലെങ്കിൽ ത്രോട്ടിൽ തൊണ്ടയിലോട്ട്, അങ്ങനെ ടങ്ങിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ കാണാൻ പറ്റാത്ത സ്ഥലത്തെല്ലാം അൾസേഴ്സ് വരാം. അതും ഇതുപോലെ നല്ല ഡീപ്പായിരിക്കും, കഴിക്കാൻ ബുദ്ധിമുട്ട് കാണും. അപ്പോഴായിരിക്കും മിക്കവരും അത് ശ്രദ്ധിക്കുന്നത് അങ്ങനെ അൾസേഴ്സ് വരുമ്പോൾ. ടങ്ങിൻ്റെ ഒരു സൈഡിലോട്ട്, ബാക്ക് സൈഡിലോട്ട് വരുന്ന അൾസേഴ്സ് മിക്കവരും ആദ്യമേ ആരും ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ പല്ലൊക്കെ കൊണ്ട് ഒരഞ്ഞ് ചെറിയൊരു പൊട്ടലാണെന്നേ വിചാരിക്കുള്ളൂ. അതിങ്ങനെ ക്രമേണ വലുതായി കഴിയുമ്പോഴായിരിക്കും മിക്കവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറേ വന്ന് പൊട്ടലായി ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാണ്ടൊക്കെ ആകുമ്പോഴായിരിക്കും അവർ ഡോക്ടറിനെ കാണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡിൽ വരുന്ന മുറിവുകൾ നിശ്ചയമായും നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അത് പെട്ടെന്ന് തന്നെ ഹീലാവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ അൾസേഴ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നിൽ റെഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട്, യെല്ലോ ആയിട്ട്, എന്ത് കളറിൽ വേണമെങ്കിലും, ഇങ്ങനത്തെ കളറിലെല്ലാം വരാം. അപ്പോൾ അത് നോക്കേണ്ടത് ഹീലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊരു കാര്യമാണ്. കൂടെ എന്താണ്, പെയിൻ വരാം, നല്ലവണ്ണം വേദന വരാം, ഫുഡ് കഴിക്കുമ്പോൾ നീറ്റൽ വരും, ഒരു അസ്വസ്ഥത, സാധാരണ കാണുന്നതിൽ നിന്നും ഒരു അസ്വസ്ഥത ഈ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് ചിലർക്ക് സാധാരണ മുറിവ് വരുമ്പോഴും അൾസർ വരുമ്പോഴും ഒക്കെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും കുടുങ്ങിയിരിക്കുന്ന പോലെ, ത്രോട്ടൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുന്ന പോലെ, ഒരു ഭാരം പോലെ, അപ്പോൾ ഇറക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അങ്ങനെ തോന്നുന്നത്. അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് ഒക്കെ വരുമ്പോഴും അങ്ങനെ വരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച 3 ആഴ്ച ഒന്നും കഴിഞ്ഞിട്ട് ഇത് മാറുന്നില്ലെന്നുണ്ടെങ്കിലാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം, സ്പീച്ച് പ്രോബ്ലംസ്, അങ്ങനെ ചില വാക്കുകൾ, ചില വേർഡ്സൊക്കെ പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാണ്ട് വരിക, ചൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ചിലരുടെ കഴുത്തിലൊക്കെ ഒരു ലംബ് പോലെ, ഒരു മുഴ പോലെ ചിലപ്പം കാണുന്നതായിട്ട് കാണാം. ഈ ലംബ് ഇൻഫെക്ഷൻ വരുമ്പോഴും ഒക്കെ വരാം. പക്ഷേ എല്ലാ ലംബും ക്യാൻസർ എന്നല്ല പറയുന്നത്, ഇത് ഇൻഫെക്ഷൻ വരുമ്പോഴും വരും. എന്നാൽ മരുന്നൊന്നും കഴിച്ചിട്ട് 1 മാസമൊന്നും കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ സസ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ലംസ് വരും, ഒരു ലംബോ മുഴയൊക്കെ കഴുത്തിലോ തൊണ്ടയിലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, പുറമേ നിന്നും കാണാൻ കഴിയും. അങ്ങനെ അത് പെട്ടെന്ന് വളരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാം. ചിലപ്പോൾ ബാഡ് ബ്രത്ത് എപ്പോഴും ഇതിൻ്റെ നല്ല പറയുന്നത്, നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഒരു ബാഡ് ബ്രത്ത് വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നിശ്ചയമായും ഡോക്ടറിനെ, ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഈ റെഡ് ആൻഡ് വൈറ്റ്, നമ്മളെ വെള്ള പാച്ചസ് പോലെ വരുന്നത് ചിലപ്പോൾ പൂപ്പൽ ബാധ, ഫംഗസ് ഇൻഫെക്ഷൻ വരുമ്പോഴും വരാം. അതും ക്രമേണ, ഉടനെ തന്നെ കുറയണമെന്നില്ല, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതും ക്രമേണ കുറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കുന്നു, റെഗുലറായിട്ട് മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത്
ഇത് കുറയുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ലീഷൻസ് ഒക്കെ കുറയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ അത് പ്രോഗ്രസ് ചെയ്യുന്നു കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഫർദർ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഇത് വേറൊന്നും അല്ല എന്നുള്ളത് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ നടത്തേണ്ടതുണ്ട്. എങ്ങനത്തെ അൾസേഴ്സാണ് ക്യാൻസറായിട്ട് മാറുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.